ഇന്നലെ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പാന്തൂൺ കൊണ്ടുവരണമെന്നുള്ളത് ഉൾപ്പെടെ. അതിന് എല്ലാ ശ്രമവും ബന്ധപ്പെട്ടവർ നടത്തി. ഇന്ന് രാവിലെ ഒരു 10-10:30 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ ഘട്ടത്തിൽ അതിന് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് നിർബന്ധമായും നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ്. മീറ്റിങ്ങിലെടുത്ത തീരുമാനം നിർബന്ധമായും നടപ്പിലാക്കണം. അത് എന്ത് പ്രയാസമോ പ്രശ്നമുണ്ടെങ്കിലും എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. ജില്ലാ കളക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കളക്ടർ രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു സംഘം വരേണ്ടത്, എത്തിക്കാം. അതിൽ മാറ്റം എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല എന്ന് അതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. He will not bother about debt and all these things. He is such a person. He was not even tired. And initially I asked him what is the maximum time, 5 minutes. But first day only he has made 15 minutes. Okay. നമസ്കാരം. ഗംഗാവലി പുഴയിലെ മൺതിട്ടയിൽ എത്തി ദൗത്യസംഘം. 8 നോട്ടിക്കൽ മൈൽ വേഗതയുള്ള ഒഴുക്കിനെ മറികടക്കാൻ സ്കൂബ ഡൈവർമാർക്കോ ഈശ്വർ മാൽപേ നയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കോ കഴിഞ്ഞിട്ടില്ല. 12-ാം ദിനം പിന്നിടുമ്പോഴും അർജുനും അർജുൻ്റെ ലോറിയും കാണാമറയത്ത് തന്നെ. സൈന്യത്തെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് കർണാടക സർക്കാർ തന്നെയാണോ? ദൗത്യം എങ്ങനെ എന്ന് തീരുമാനിച്ച് വിശദീകരിക്കുന്ന ജില്ലാ കളക്ടറോട് മന്ത്രി മുഹമ്മദ് റിയാസിന് കടുപ്പിച്ച് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഗംഗാവലി പുഴയുടെ 8 നോട്ട് വേഗതയുള്ള ഒഴുക്കിനെ ഭയപ്പെടുന്ന നാവികർക്ക് അർജുൻ ദൗത്യത്തിൽ എന്താണ് സംഭവിച്ചത്? കുന്താപുരയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ? കുത്തൊഴുകുന്ന പുഴയ്ക്ക് മുന്നിൽ ദൗത്യം പകച്ചു നിൽക്കുന്നതിന് ഉത്തരവാദി ആരാണ്? ഒരു യുദ്ധമുഖത്ത് ഒരു സേനയും കാട്ടാത്ത ആലോചനകളും ചർച്ചകളും ജീവനിൽ കൊതിയും അർജുൻ ദൗത്യത്തിൽ സംഘം കാഴ്ചവെക്കുന്നതിന് പിന്നിൽ അസ്വാഭാവികതയുണ്ടോ? തുടക്കത്തിൽ പാളിപ്പോയ ദൗത്യം ഈവന്റ് മാനേജ്മെന്റ് ആകുന്നു എന്ന് പറയിക്കാമോ കർണാടകം? അർജുൻ ദൗത്യത്തിന് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ CPIM നേതാവ് MLA കൂടിയായ M. വിജിൻ, കോൺഗ്രസ് വക്താവ് സേനാപതി വേണു, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള എന്നിവർ. തുടക്കത്തിൽ കൈരളി ന്യൂസിൻ്റെ സിരൂരിൽ നിന്നുള്ള പ്രതിനിധി ഇപ്പോൾ സിജു കണ്ണൻ തത്സമയം ചേരുകയാണ്. സിജു കണ്ണൻ, എന്താണിപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചുരുക്കി പറയാനാകുക? രാവിലെ മുഹമ്മദ് റിയാസ് അവിടെ നടന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാർവാർ MLA മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇനിയും ഒരിക്കൽ കൂടി എത്തുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. എന്താണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഈ ഘട്ടത്തിൽ? ലാൽ, 12-ാം ദിവസത്തെ തിരച്ചിലാണ്. അർജുൻ സഞ്ചരിച്ച ട്രക്കിനും വേണ്ടിയുള്ള തിരച്ചിൽ ഷിരൂരിൽ നടന്നത്. 12-ാം ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സേവനം കൂടി ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ മുഹമ്മദ് റിയാസ്, മന്ത്രി AK ശശീന്ദ്രൻ എന്നിവർ നേരിട്ടെത്തി ഉദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ആവശ്യം, തിരച്ചിൽ തുടരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു, ശക്തമായി തന്നെ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, ഇന്ന് ഉടുപ്പിയിലെ മാൽപ്പയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ വിദഗ്ധ മുങ്ങൽ സംഘത്തിന്റെ സേവനമാണ് പ്രയോജനപ്പെടുത്തിയത്. രാവിലെ 10 മണിയോടുകൂടിയാണ് അവർ ഇവിടെ എത്തിയത്, ഷിരൂരിലെത്തിയത്. അതിനുശേഷം നാവികസേനാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഈ സംഘം കർണാടകയുടെ വിവിധ മേഖലകളിൽ ഇത്തരം ദൗത്യങ്ങളിൽ ഏർപ്പെടുകയും വളരെ നല്ല രീതിയിൽ ദൗത്യത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിക്കുകയും ചെയ്ത ഒരു സംഘമാണ്. പലതരത്തിലുള്ള ദുരിതപൂർണമായ രീതിയിലുള്ള രക്ഷാദൗത്യങ്ങൾക്കിടയിലും
ആളുകളെ കണ്ടെത്തുന്നതിനുൾപ്പെടെ കഴിഞ്ഞ അനുഭവ സമ്പത്തുള്ള ഒരു സംഘമാണ് ഇവർ. എത്തി 11 മണിക്ക് ശേഷം നാവികസേന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി 1 മണിയോടുകൂടി തന്നെ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദൗത്യത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി നാവികസേന ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അതിനുശേഷം 1 മണിയോടെയാണ് ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് അനുമതി നൽകിയത്. 1 മണിക്ക് ശേഷം ഇദ്ദേഹം ആദ്യം 2 തവണ പുഴയിലേക്ക് ചാടി. എന്നാൽ കൃത്യം അധികം സമയം നിൽക്കാൻ കഴിഞ്ഞില്ല. ഈശ്വറു മാൽപ്പയാണ് ഈ പുഴയിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത്. പിന്നീട് 2ാം വട്ടം ഇറങ്ങുമ്പോൾ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ കുത്തൊഴുക്കിൽപ്പെട്ട് കയറിനുമായി ബന്ധപ്പെട്ട ബന്ധം വിട്ട് പുഴയിൽ 100 മീറ്ററോളം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാലും ഈ പ്രതികൂല സാഹചര്യത്തിലും പുഴയിൽ ആ കുത്തൊഴുക്കുള്ള സാഹചര്യത്തിലും പരിശോധന തുടരുകയായിരുന്നു. മത്സ്യത്തൊഴിലാളി സംഘം 7 തവണ പുഴയിലേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു തവണ 15 മിനിറ്റിലധികം പുഴയ്ക്കടിയിൽ ആഴത്തിലിറങ്ങി പരിശോധന നടത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു തവണ 11 മിനിറ്റിലധികം പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് ഈ വൈകുന്നേരം ഈ പരിശോധനകൾക്ക് ശേഷം അവർ പറഞ്ഞത്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചത്. ഈ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ കലക്ടറുമായും SP-യുമായും അതോടൊപ്പം തന്നെ കാർവാർ MLA-യുമായും ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം കാർവാർ MLA അറിയിച്ചത് നാളെയും പരിശോധന തുടരും, പരിശോധന നിലവിൽ നിർത്തുന്നില്ല എന്നാണ് കാർവാർ MLA സതീഷ് ശൈൽ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പുഴയിൽ വളരെ പ്രതികൂല സാഹചര്യമാണ്. കൃത്യമായ ഒരു വിവരവും ഇന്നത്തെ പരിശോധനയിൽ ലഭിച്ചിട്ടില്ല. ഈ പുഴയുടെ മധ്യഭാഗത്തായി, ഗംഗാവാലി പുഴയുടെ മധ്യഭാഗത്തായി കല്ലും മണ്ണും മരങ്ങളും വലിയ തോതിൽ അടിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിവരം മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. കൃത്യമായി അതുകൊണ്ട് തന്നെ പരിശോധന സാധ്യമാകുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും നാളെ രാവിലെ 9 മണിയോടുകൂടി തന്നെ ദൗത്യം വീണ്ടും ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഈശ്വറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയായിരിക്കും ഈ പരിശോധന നടത്തുന്നത്. നാവികസേനയുടെ മേൽനോട്ടത്തിലാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരല്ല മുങ്ങുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളാണ് മുങ്ങി ആഴത്തിലിറങ്ങി പരിശോധന നടത്തുന്നത്. സിരൂരിൽ നിന്ന് നമ്മളോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വീണ്ടും ബന്ധപ്പെടാൻ സിജു കണ്ണൻ. ഇപ്പോൾ M. വിജിൻ ഉണ്ട്, ഡോക്ടർ മോഹനൻ പിള്ളയുണ്ട്, കോൺഗ്രസിൻ്റെ വക്താവ് സേനാപതി വേണുവുണ്ട്. പൊതു വകുപ്പിൽ, അതായത് പൊതു പ്രവർത്തനങ്ങളുടെ PWD വകുപ്പിൻ്റെ മന്ത്രിയും ടൂറിസം മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ റേഞ്ച് പ്രശ്നമുണ്ട്. അദ്ദേഹം അവിടെയുള്ള പല സ്ഥലങ്ങളിലും പല അധികാരികളുമായി ബന്ധപ്പെട്ടും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അദ്ദേഹത്തിലേക്ക് വരാം. എന്തായാലും M. വിജിൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ എല്ലാം ഫോളോ ചെയ്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ M. വിജിൻ, ഇപ്പോൾ സിജു കണ്ണൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ M. വിജിനും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അത്ര ശുഭകരമായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. നാളെ ഈ ദൗത്യം തുടരുമെങ്കിലും ആ ദൗത്യത്തിൽ എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നത്തേതിൽ 0 വിസിബിലിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ നാളെ വീണ്ടും അതിനുള്ള സാധ്യത തന്നെയാണ്. ഡൈവർമാർക്ക് ഡൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാധ്യമായത് ചെയ്യും, എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ വെല്ലുവിളികളും ചൂണ്ടിക്കാട്ടുകയാണ്. എത്രമാത്രം പ്രതീക്ഷയുടെ ഈ 12 ദിനവും നമ്മുടെ അർജുനെ കാണാൻ സാധിക്കാതെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരികയാണ് ഈ ദൗത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി എത്ര പ്രതീക്ഷയുണ്ട്? എന്താണ് M. വിജിന് വിശദീകരിക്കാനുള്ളത്? തീർച്ചയായും അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ 12 ദിവസങ്ങൾ അർജുന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുന്നു. പക്ഷേ ഇന്ന് 12ാം ദിവസം വരെ നിരാശയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നാളെ രാവിലെ തന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ശ്രീ PA മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് മിനിസ്റ്റർ ശ്രീ AK ശശീന്ദ്രനും അദ്ദേഹം അവരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരു അവലോകന യോഗം ഇന്ന് രാവിലെ നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഇന്നലെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ ശശീന്ദ്രൻ മിനിസ്റ്റർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നടന്ന യോഗത്തിൽ ഉൾപ്പെടെ
ഈ 2 മന്ത്രിമാരും MLA എന്ന രീതിയിൽ ഞാനുണ്ടായിരുന്നു, സച്ചിനും അതുപോലെ തന്നെ ലിൻഡോയും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ രാജഗോപാൽ MLA എന്നോടൊപ്പം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അഷ്റഫ് MLAയും ഇവിടെയുണ്ട്. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചത് ആ യോഗത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തപ്പോൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തോടും ബന്ധപ്പെട്ട നേവി ഉദ്യോഗസ്ഥരോടും ബഹുമാനപ്പെട്ട മന്ത്രിമാർ ആവശ്യപ്പെട്ടത് ഏത് സാധ്യതയെ ഉപയോഗപ്പെടുത്തിയിട്ടായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്തണം എന്ന് തന്നെയാണ്. ഇന്നലെ നമുക്കറിയാം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇതിൽ വളരെ ശ്രദ്ധാപൂർവ്വം ഇന്നലെ അദ്ദേഹം കേന്ദ്ര മന്ത്രിക്കുൾപ്പെടെ കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായി. നേവിയുടെ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും ഉൾപ്പെടെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർജുനെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനവും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെ ഊർജിതപ്പെടുത്തുക എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നമുക്കറിയാം കഴിഞ്ഞ 11 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ മുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈശ്വർ മാൻപേയുടെ നേതൃത്വത്തിലുള്ള 8-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾ, തീർച്ചയായും അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഈ പുഴ നന്നായി അറിയുന്നവരാണ്. ഈ പുഴയുടെ ഒഴുക്കിനെ, പുഴയുടെ ആഴത്തെ നന്നായി അറിയുന്ന ആളുകളാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. തീർച്ചയായും മാൻപേയുടെ നേതൃത്വത്തിലുള്ള ഒരു മത്സ്യത്തൊഴിലാളി സംഘം തീർച്ചയായും അവരുടെ ഒരു വലിയ സേവനം കൂടി ഇന്ന് രാവിലെ ഉണ്ടാവുകയാണ്. അതോടൊപ്പം നേവിയോടും അതോടൊപ്പം മറ്റ് സംവിധാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ന് മാൻപേയുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നുകൊണ്ട് 9 തവണയാണ് അദ്ദേഹം ഇന്ന് ഡൈവ് ചെയ്തത്. പ്രത്യേകമായിട്ടും നമ്മളൊരു പോയിന്റ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്ന ഡിറ്റക്ടർ ഏറ്റവും കൂടുതൽ സാധ്യത കണ്ടെത്തിയ ഒരു ഇടത്തുകൂടിയാണ്. കാരണം നേരത്തെ അവിടുന്ന് ഒരു 1-2 മത്സ്യത്തൊഴിലാളികൾ ഒരു സാധ്യത കണ്ടിരുന്നു എന്ന് പറയുന്ന ഒരു സാധ്യത ഒരു കേന്ദ്രം കൂടിയാണ്. ആ കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നടന്നത്. പക്ഷെ അതിനിടയിൽ ഒഴുക്ക് അത് പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ട്. കാലാവസ്ഥയും പുഴയിലെ ഒഴുക്കും ഒക്കെ വലിയ പ്രശ്നമാകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങേക്ക് ഉൾപ്പെടെ വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, വാർത്തകളാണ് ഈ 12 ദിനവും വന്നത് എന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിന് ഇടയിൽ തന്നെ നമുക്ക് ചില വാർത്തകൾ കൂടി വരുന്നത്, ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇപ്പോൾ പാന്തൂൺ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് രാവിലെ സംഭവിച്ചത് എന്നാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ ദൗത്യ സംഘം അതുപോലെ പൂർത്തീകരിക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ ഈ ദിവസങ്ങളിൽ നടക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ഉയരും. അത് അങ്ങേക്കറിയാലോ, നമുക്ക് കേരളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. കർണാടകത്തിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു മലയാളി ആയ സഹോദരനെ കാണാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖത്തിനോടൊപ്പം ഈ കാര്യങ്ങൾ വീഴ്ചകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? അങ്ങനെ ഒരു മെല്ലെപ്പോക്ക് അവിടെ ഉണ്ടോ കാര്യങ്ങളിൽ? ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. എടുത്ത തീരുമാനങ്ങൾ അത് പൂർണ്ണമായി നടപ്പിലാകാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടം മന്ത്രിയും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു ഘട്ടം പരസ്പരം പഴിചാരിയിട്ടോ കുറ്റം പറഞ്ഞോ നിൽക്കേണ്ട ഒരു ഘട്ടമല്ല എന്നിടത്ത് എങ്കിൽ പോലും ഇന്ന് ഊന്നിയൊരു രാവിലെ നടന്ന അവലോകന മീറ്റിംഗിൽ ഉൾപ്പെടെ മന്ത്രി വളരെ ശക്തമായിട്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തോടും അതോടൊപ്പം തന്നെയുള്ള സംവിധാനങ്ങളോടുമെല്ലാം സൂചിപ്പിച്ചത്. കാരണം ഇവിടെ വന്ന് ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ നടത്തുക എന്നത് പ്രായോഗികമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു മറ്റൊരു സംസ്ഥാനമാണ്, അതിൻ്റെ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെ ചേർന്ന അവലോകന യോഗത്തിൽ വളരെ കൃത്യമായി റിയാസ് മിനിസ്റ്റർ ഇവിടുത്തെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടും മറ്റ് നേവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടും സൂചിപ്പിച്ച ഒരു കാര്യമാണ്. തീരുമാനിച്ച തീരുമാനങ്ങൾ നമുക്ക് കൃത്യം അതിൽ പാൻറ്റൂൺ അത് കൊണ്ടുവരും എന്ന് നേരത്തെ തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചതാണ്. പക്ഷെ അത് ഇന്ന് രാവിലത്തെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നലെ രാത്രി നടന്ന അവലോകനത്തിൽ അറിയിച്ചത്. പക്ഷേ ഇന്ന് വൈകിട്ടായിട്ട് പോലും ആ സംവിധാനം ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത്, നേരത്തെ റിയാസ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചത് വൈകിട്ടോടുകൂടി രാജസ്ഥാനിൽ നിന്നുള്ള വിദഗ്ധർ എത്തിച്ചേരുമെന്നാണ്. ഇപ്പോഴും ഞങ്ങളോട് പറഞ്ഞത് രാത്രിയോടുകൂടി അവർ എത്തിച്ചേരും, നാളെ മുതൽ പാൻറ്റൂൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി ഇതിന് പാരലായി നടക്കുമെന്നുള്ളതാണ്. ഈ
ഒരു പ്രശ്നം തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും നടപ്പിൽ വരുന്നില്ല എന്ന പ്രതിസന്ധി ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ കടുപ്പിക്കാൻ ഈ ഘട്ടത്തിൽ പറ്റില്ല എന്നത് എം വിജയൻ ചൂണ്ടിക്കാട്ടിയത് വളരെ ശരിയാണ്. ഒരുപക്ഷെ നമ്മുടെ മന്ത്രിമാർക്കോ അതല്ലെങ്കിൽ നമ്മുടെ MLA-മാർക്കോ ഒക്കെ അവിടെ പോയി കർണാടകത്തിൽ പോയി ആ സംവിധാനത്തോട് മല്ലിടുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ അതിനേക്കാൾ വേണ്ടത് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ട ഇടപെടൽ തന്നെയാണ് നിങ്ങളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടവരോട് ചോദിക്കേണ്ടതുണ്ട്. എം വിജിൻ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ സേനാപതി വേണു, കർണാടകത്തിൽ ഈ 12 ദിവസമായി എന്താണ് അർജുൻ ദൗത്യത്തിൽ നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ ചോദിക്കണ്ടേ? നമുക്കത് ഇവിടെ തമ്മിലെങ്കിലും ഈ കാര്യങ്ങൾ അറിയണ്ടേ, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടുത്തെ ദൗത്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. പക്ഷേ ഇവിടെ തീരുമാനിച്ച കാര്യങ്ങൾ പോലും നടപ്പിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ജില്ലാ കളക്ടറോട് നമ്മുടെ മന്ത്രിക്ക് ഒരല്പം കടുപ്പിച്ച് സംസാരിക്കേണ്ടി വരുന്നു. ഇന്ന് നമ്മുടെ ആളുകൾ MLA-മാരും മന്ത്രിമാരും ഒക്കെ അവിടെ അത് ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പാന്തൂൺ ഇന്നിവിടെ എത്തിക്കേണ്ടതാണ്. നിങ്ങളത് ചെയ്തിട്ടില്ല. നാളെ ഇത് എത്തണമെന്ന് പറയുന്നു. ജില്ലാ കളക്ടർ ഇപ്പോഴും അത് നാളെ എത്തുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അത് അവിടെ എത്തിയിട്ടില്ല എന്നതൊക്കെ ഒരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ പലതുമുണ്ട് ഇതുപോലെ ചോദിക്കാൻ. അർജുൻ ദൗത്യം ഇപ്പോഴും 12ാം ദിനവും നമുക്ക് നിരാശ സമ്മാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങയുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ പരിണിതപ്രജ്ഞനായ ഒരു കരസേനയുടെ ബ്രിഗേഡിയർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ കരസേനയിൽ ഒരു ഹവിൽദാർ ഇൻസ്ട്രക്ടർ എന്ന അതർ റാങ്ക് തസ്തികയിലുള്ളൂ. എത്രയോ പരിണിതപ്രജ്ഞനാണ് ബ്രിഗേഡിയർ സാബ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അതിന്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് എന്നെക്കാളും ഒക്കെ എത്രയോ വിദഗ്ധമായിട്ട് പറയാൻ ശേഷിയുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സൂചിപ്പിച്ച പാന്തൂൺ ഇത് വരേണ്ടത് എവിടുന്നാണ്? അവിടുന്ന് 3000 കിലോമീറ്റർ 3500 കിലോമീറ്റർ അകലെ രാജസ്ഥാനിൽ നിന്ന്. നമുക്കിത് എന്താ പറയുക, ഒരു മിസൈലിൽ കയറ്റി അയക്കുകയോ, ഇതൊക്കെ മാനുഷികമായിട്ട് ചെയ്യാനുള്ള തടസ്സങ്ങൾ. ശ്രീ സേനാപതി വേണു, അങ്ങ് അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇത് മിസൈലിൽ കയറ്റി വിടേണ്ടതാണോ എന്നൊക്കെയുള്ള ചോദ്യം 12 ദിവസമായപ്പോഴാണോ നിങ്ങൾക്ക് പാന്തൂൺ ഇന്ന് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചിട്ട് അത് നാളെയെങ്കിലും എത്തിക്കാമെന്നൊരു മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിൽ തോന്നുന്നത്? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ 12 ദിവസം എന്ത് ചെയ്യായിരുന്നു? ഈ തീരുമാനം എന്തുകൊണ്ട് വൈകി? ഇതിനു മുമ്പ് തന്നെ എടുക്കണ്ടേ? നാവിക ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ഡൈവ് ചെയ്യണോ? അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ജീവനും വിലയുണ്ട്. അവർക്ക് പല കാര്യങ്ങളും ആലോചിച്ച് തന്നെ നമുക്ക് തീരുമാനിക്കാൻ സാവകാശം കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ പുറമേ നിന്ന് നിർദ്ദേശിക്കുന്നത് ശരിയല്ല. പക്ഷേ ഒരു ഇന്ത്യൻ നേവിയുടെ ഉദ്യോഗസ്ഥർക്ക്, ഡൈവേഴ്സിന് ഒരു പുഴയിൽ ഇറങ്ങാൻ ഇത്രമാത്രം ആലോചിക്കുകയും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ വലിയ യുദ്ധമുഖത്ത് ഇവർ എന്താണ് ചെയ്യുക എന്ന് ചോദ്യം ചോദിക്കില്ലേ ആളുകൾ? ലാലെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേവി ഡൈവേഴ്സോ അതല്ലെങ്കിൽ നേവിയുടെ ആർമിയുടെ ആളുകൾ അവർ അമാനുഷരോ അതിമാനുഷരോ അല്ല. അവർ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള സൈനികരാണ്. അവർക്ക് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ബഹുമാന്യായ MLA സൂചിപ്പിച്ച ഈശ്വർ മാൽപേ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാൽപേയുടെ സംഘവും അവർ വളരെ ചെറുപ്പം മുതലേ മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് അറിവ് വയ്ക്കുന്ന കാലം മുതൽ വെള്ളവും കടലുമായിട്ട് പോരാടുന്ന ആളുകളാണ്. നേവിയുടെയോ അല്ലെങ്കിൽ ഡൈവേഴ്സ് എന്ന് പറയുന്നത് അവർ ട്രെയിനിങ് കിട്ടിയ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായി. സേനാപതി വേണു, അവിടെയാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വർ മാൽപേയെ ഉൾപ്പെടെ ഈ പ്രാദേശികവാസികളാണല്ലോ, മത്സ്യത്തൊഴിലാളികളാണല്ലോ, നമ്മുടെ പ്രദേശവാസികൾ അവിടെ പോയി കുറച്ചു ദിവസം കാത്തു നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം കടലുമായി ബന്ധമുള്ള ഈശ്വർ മാൽപേയെ ഈ 12 ദിവസം അതുമായി അടുപ്പിക്കാൻ ഈ ദുരന്ത നിവാരണ സംഘത്തിന്, കർണാടകം നേതൃത്വം കൊടുക്കുന്ന ഈ സംഘത്തിന് ഇതുവരെ സാധിച്ചില്ല? 12ാം ദിനം മാത്രം ഇറക്കി നോക്കിയത് എന്തുകൊണ്ടാണ്? അല്ല, അതിന്റെ ഉത്തരം കഴിഞ്ഞ 12 ദിവസമായി നമ്മുടെ രാജ്യത്തെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും, ഏതായാലും മേജർ ജനറൽ ഇന്ദ്രപാലിനെ പോലുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ വെറുതെയുള്ള ആളുകളല്ലല്ലോ. അവര് കരസേനയുടെ എഞ്ചിനീയറിംഗ് കോറിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലിരുന്ന ഒരാള്,
ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യവും പരിചയമുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലത്തൂർ ഭൂകമ്പ സമയത്ത് പോലും അവിടെ റെസ്ക്യൂ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത ആളുകൾ സംഘത്തിൽ ഒരാളാണ് മേജർ ജനറൽ ഇന്ദ്രപാൽ സാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ സേനയ്ക്ക് അതിന്റെ എന്താ പറഞ്ഞ ലഭിച്ചിട്ടുള്ള പരിശീലനങ്ങളും അതിന്റെ മാർഗങ്ങളിൽ നിന്നുകൊണ്ട് അവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മുതൽ ശ്രീ സേനാപതി വേണു, മനസ്സിലാകാത്തത് ഞാനൊരു 3-4 ദിവസങ്ങൾക്ക് മുൻപ് തൊട്ട് കേട്ടതാണ് സൈന്യം എത്തി എന്നുള്ളത്. നമ്മളെല്ലാവരും കണ്ടതാണല്ലോ, നമ്മളെല്ലാം കേട്ട വാർത്തയാണല്ലോ. സൈന്യം എത്തിയതിന് ശേഷം ഇപ്പോൾ അവിടെ സൈന്യമാണോ കാര്യങ്ങൾ നോക്കുന്നത്? നാവികസേനയാണോ കാര്യങ്ങൾ നോക്കുന്നത്? കരസേനയാണോ കാര്യങ്ങൾ നോക്കുന്നത്? അതോ കർണാടക സർക്കാരാണോ, ജില്ലാ കളക്ടറാണ് കാര്യങ്ങൾ വിളിച്ചു കൂട്ടുന്നത്, ചില തീരുമാനങ്ങൾ എടുക്കുന്നത്, പിറ്റേ ദിവസം ആ തീരുമാനം നടപ്പിലാകാതെ പോകുമ്പോൾ ജില്ലാ കളക്ടർ അത് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുമ്പോൾ വീണ്ടും ഇടപെടേണ്ടി വരുന്നത്? സൈന്യമാണോ സർക്കാരാണോ കാര്യങ്ങൾ അവിടെ ഇപ്പോൾ ദുരന്ത നിവാരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അല്ല, നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സൈന്യം എന്ന് പറയുന്നത് സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ്. സൈന്യത്തിന് അങ്ങനെ സ്വതന്ത്രമായി ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ മാത്രമേ സൈന്യത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സൈന്യത്തിന് സ്വതന്ത്രമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഘട്ടമല്ല. അതെന്താണ് സാർ? അപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ തലപ്പത്തിരിക്കുന്നവരാണോ പട്ടാളക്കാരെ നയിക്കുന്നത്? അവിടെ പട്ടാളക്കാർക്ക് ആ യുദ്ധമുഖത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവരല്ലേ തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു യുദ്ധ സമാനമായ സാഹചര്യമല്ലേ? നമ്മുടെ അർജുനെ കണ്ടെത്താൻ വേണ്ടി കർണാടക മുഖ്യമന്ത്രി തീരുമാനിക്കണോ? ലാലെ, ഇത് യുദ്ധമല്ല ലാലെ, ഇതൊരു അപകടത്തിൽപ്പെട്ട യുദ്ധസമാനമായ സൈന്യത്തെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. 8 നോട്ടിക്കൽ ഒഴുക്കിൽ നടക്കുന്ന ഒരു നദിയിലേക്ക് അവിടെ വീണിരിക്കുന്ന ഒരു വാഹനത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമമാണ്. 8 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ വേഗതയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ഒരു നദിയിലെ 15 കിലോമീറ്റർ ഒഴുക്കിനെ നേരിടാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആകുന്നില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, നാവികസേനയ്ക്ക് ആകുന്നില്ല എന്നല്ല, നാവികസേനയുടെ ഡൈവർമാർക്കാവില്ല. അങ്ങോട്ട് ഇറങ്ങുന്നവർ ഒഴുക്കിൽപ്പെട്ടു പോകും. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഈശ്വർ മാൽപ്പ പോലും, അതായത് സമുദ്രത്തിലും വെള്ളത്തിലും വളർന്ന ആളാണ്. അത്ര പരിണിതപ്രജ്ഞനായ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് 50 to 60 ആളുകളെ ഈ വെള്ളത്തിലും ഇതുപോലെ എന്താ പറഞ്ഞ അല്ല, എനിക്കിപ്പോഴും മനസ്സിലാകാത്ത 12 ദിവസമായിട്ടും പരീക്ഷണങ്ങൾ നടക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ആരാണ് ഈ അർജുനെ കണ്ടെത്തുന്നതിന് ഉള്ള ശാസ്ത്രീയമായ വഴികൾക്ക് തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, താങ്കൾ സേനയുടെ തലപ്പത്തിൽ നിന്ന് ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരാളാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണ് ഷിരൂരിൽ നടക്കുന്നത് എന്നുള്ളത് അങ്ങ് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസവും കണ്ടതാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ അങ്ങ് കാര്യങ്ങളൊക്കെ കേട്ടതാണ്. എന്താണ്, എവിടെയാണ് പ്രശ്നം? സൈന്യം നേതൃത്വം കൊടുക്കുന്ന, സൈന്യം ഇറങ്ങിയിടത്ത് ഇവിടെ കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണ്? അത് 1-2 കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് സ്പഷ്ടമാക്കട്ടെ. ഇത് ഇൻ ടോട്ടൽ സൈന്യത്തിൻ്റെ കൺട്രോളിലല്ല നടക്കുന്നത്. കാര്യം ടോട്ടലി സൈന്യത്തിന് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൈന്യത്തിന് വിട്ടുകൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഏരിയ 24/7 അവരാ ജോലി തിരഞ്ഞെടുക്കും. ഇതിനകത്തുള്ളത് ഈ സൈന്യം ഇടപെടുന്ന അത് കൂടുതൽ വീണ്ടും ബ്രീഫിങ്ങിൻ്റെ ആവശ്യമില്ല. എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സിവിൽ അഡ്മിനിസ്ട്രേഷനെ സഹായിക്കാനായിട്ട് സൈന്യത്തെ വിളിക്കുന്നു. അപ്പം 2 ഓപ്ഷൻസ് ഉണ്ട്. സൈന്യത്തിന് ഏത് ലെവൽ വരെ എടുക്കണം, അതോ സൈന്യത്തിന് ഫുൾ കൺട്രോൾ കൊടുക്കണോ, അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഒരു പെർട്ടിക്കുലർ ഇതിനകത്തുള്ള ഒരു റെസ്ക്യൂ മിഷൻ ടോട്ടലി സൈന്യത്തിന് കൊടുക്കുകയാണെങ്കിൽ അപ്പം സൈന്യം ആണ് അതിൻ്റെ A to Z കാര്യങ്ങൾ തീരുമാനിക്കുന്നതും സൈന്യത്തിൻ്റെ ഓഫീസറാണ് മീഡിയയെ ബ്രീഫ് ചെയ്യുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ ഈ സിവിൽ അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ മനസ്സിലാക്കിയത് MLA ബ്രീഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ കളക്ടർ ഇസ് ഇൻചാർജ്, അത് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ റെസ്ക്യൂ മിഷനിൽ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ കാർവാറിലുള്ള, ഞാൻ മനസ്സിലാക്കിയത് കാർവാറിലുള്ള നേവി ഡൈവേഴ്സ് ആദ്യം മുതൽ തന്നെ ആണ് അവർ റിസർച്ചിൽ ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ചാനലുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദിച്ചിട്ടുള്ളത് ഇത് നേവിക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിനകത്ത് 2 കാര്യമുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഒന്ന്, നേവി ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റും, പക്ഷേ
ഈ നേവി ഒരു ഡിസിപ്ലിൻഡ് ചട്ടക്കൂട്ടിനുള്ളിൽ, നേവി തന്നെ അല്ല ഏത് ഡിഫൻസ് ഫോഴ്സ് ആണെങ്കിലും ഒരു ഡിസിപ്ലിൻഡ് ചട്ടക്കൂട്ടിനുള്ളിൽ ഉള്ള ഒരു കാര്യമാണുള്ളത്. ആ ഡിസിപ്ലിൻഡ് ചട്ടക്കൂട്ടിൽ ഉള്ള കാര്യം വരുമ്പോൾ അവർ ഓഫ് കോഴ്സ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ, അതായത് ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ഹൂ ഈസ് റെസ്പോൺസിബിൾ, ആ എൻക്വയറിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻ്റൽ പരമായിട്ടുള്ള കാര്യങ്ങളെ തരണം ചെയ്യുവാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കുവാനായിട്ട് അവിടെയുള്ള ആ ഓഫീസർ ഇൻചാർജ് തയ്യാറാവുന്നില്ല. അതാണ് അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വിഷയം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതായത് നേവിക്ക് കൊടുത്തിരിക്കുന്നത് 3 അല്ലെ 4 നോട്ട് വരെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം. നാളെ ഇപ്പം അവർ ഡൈവ് ചെയ്തതിന് ശേഷം ഇഫ് എനിത്തിങ് ഗോസ് റോങ് ദ ക്വസ്റ്റ്യൻ വിൽ കം ഹൂ ടോൾഡ് യു ടു ഡു ഇറ്റ് ഓൺ 8 നോട്ട്. 8 നോട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു, നിങ്ങൾക്കറിയില്ലേ 4 നോട്ട് വരെയാണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള കാര്യം എന്നുള്ളത്. ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ഡേയിൽ പറയുന്നുണ്ട്, അതായത് ഇവിടെ സംഭവിച്ചത് സ്റ്റാർട്ടിംഗ് ട്രബിളാണ്. സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സ്റ്റാർട്ടിംഗ് ട്രബിൾസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 ദിവസമായിട്ടാണ്, 2 അല്ലെ 3 ദിവസമായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ശരിക്കുമുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഏതൊരു ഇൻസിഡൻറ്റ് ഇപ്പം സേനാപതി പറഞ്ഞതുമാതിരി, അതായത് ഞാനിതെല്ലായ്പ്പോഴും പറയുന്നതാണ്, ഏതു വലിയ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും, ഈവൻ ബാറ്റിൽ ഫീൽഡിൽ ആണെങ്കിൽ പോലും നമ്മൾ ലോക്കൽ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത് ഇന്നു വരെ, അതായത് ഈ ഒരു കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം, അതായത് 5-6 ദിവസം മുമ്പ് ചോദിച്ചു, അവിടുത്തെ പഞ്ചായത്ത് എവിടെ, ലോക്കൽ പഞ്ചായത്ത്, വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടെ അപ്പുറത്ത് ഒലിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇത് പോയിട്ടുള്ള കുറേ കുടിലുകളുണ്ടായി, കുറേ ചെറിയ വീടുകളുണ്ടായിരുന്നു, അവിടുത്തെ ആൾക്കാരെവിടെ. പിന്നെ ഈ 2 ദിവസം മുമ്പാണ് അവിടെ അവരോടൊക്കെ പോയി ചോദിച്ചപ്പോൾ ഒരു തരി കിട്ടിയത്. ഏത് തരിയാണ്? വൈറ്റൽ ഇൻഫർമേഷൻ. എന്ത്? തടിക്കഷ്ണം അവർ പിടിച്ച് ഈ വണ്ടിയിലുണ്ടായിരുന്ന തടിക്കഷ്ണം പിടിച്ച് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത്. ഇത് 10 ദിവസം മുമ്പേ നമുക്ക് കിട്ടേണ്ടതാണ്. എന്ത്? അതായത് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ 2 സൈഡും സെർച്ച് ആൾക്കാരോട് ചോദിക്കുകയാണ്, 1 to 1 ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റൽ ഇൻഫർമേഷൻ കിട്ടി. ഇത് കിട്ടിയത് 10 ദിവസം കഴിഞ്ഞല്ലേ. അപ്പോൾ അവിടെ ആരുടെയാണ് കുഴപ്പം? ഒന്ന്, അത് ഞാൻ പെർട്ടിക്കുലർലി അല്ല പറയുന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഒന്നാമത് ബെൽഗാമിൽ നിന്നുള്ള മറാഠ ലൈൻ ഇൻഫൻട്രിക്ക് കിട്ടിയ ടാസ്ക് എന്തെന്ന് ചോദിച്ചാൽ, റോഡ് ബ്ലോക്ക് നീക്കി ഡെബ്രി കവറായി നിൽക്കുന്ന ട്രക്ക് എങ്ങനെയെങ്കിലും റോഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അതനുസരിച്ചിട്ട് അവർ 2 പ്ലട്ടൂൺ ആൾക്കാരെ പറഞ്ഞു വിട്ട് സൈനികർ വന്ന് അതിൻ്റെ ഡെബ്രി റിമൂവ് ചെയ്ത് റോഡ് ക്ലിയർ ചെയ്തു. അതാണ് കരസേനയോട് പറഞ്ഞിട്ടുള്ള ടാസ്ക്. കരസേന ചെയ്തു. നേവിയോട് പറഞ്ഞിട്ടുള്ളത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാർ സാറിൻ്റെ ഹെൽപ്പ് എടുത്തു. ഹീസ് ഓഫ് കോഴ്സ് ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മെഷീനറിയിൽ പുള്ളി എക്സ്പേർട്ടാണ്. ഹീ ഗേവ് എ പോസിബിൾ ടാർഗറ്റ് ലൊക്കേഷൻ കൊടുത്തു. ഇത്രയും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, കാരണം അവിടെ നിന്നുള്ള നമുക്കിതൊക്കെ ഇപ്പോൾ നിങ്ങൾ വീണ്ടും പറയും, സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് വീരവാദം പറയാൻ ബ്രിഗേഡിയറിന് വളരെ എളുപ്പമാണ്, ഓൺ ഗ്രൗണ്ടിൽ പ്രശ്നമാണ്. ശരിയാണ്, ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഞങ്ങൾ ഇതിലും വലിയൊരു പ്രശ്നം, ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞു തരാം. കാസിരംഗയിൽ ആസാമിൽ ബ്രഹ്മപുത്ര നദിയാണെന്ന് ഓർക്കണം, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരുമ്പോൾ ഉള്ള ഒരു സംഭവം. ഞങ്ങളുടെ ചെറിയൊരു കമ്പനി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, ഡോഗ്ര റെജിമെൻറ്റിൻ്റെ. ആ കമ്പനി ആ ഒരു ഇഷ്യൂവിൽ നമ്മുടെ ഒരു ചെറിയൊരു അന്നത്തെ ജോങ്ക എന്ന് പറയും, അതായത് ഇപ്പം അത് റീപ്ലേസ് ചെയ്ത് ജിപ്സി വന്നത്, അതിനുശേഷം ചെറിയ ലൈറ്റ് വെഹിക്കിൾസ് വന്നിട്ട് ജോങ്ക ഒഴുകിപ്പോയി തടഞ്ഞ് എവിടെയാണെന്നറിയില്ല. അപ്പം അത് ഒഴുക്കിലേക്ക് ഇറങ്ങി എടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. ഈ ബ്രഹ്മപുത്രയിലെ ഒഴുക്കാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ സഹായത്തോടെ, അതുപോലെ തന്നെ നല്ല ഞാൻ ഓഫീസേഴ്സ് മാത്രമല്ല ബ്രെയിനി അല്ലെങ്കിൽ കൺട്രോൾ കമാൻഡ് എന്ന് പറയുന്നത്, ഒരു ട്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂപ്സിനകത്തുള്ള എല്ലാവരും അവരുടെ ഐഡിയ തരാൻ പറ്റും. അവർ അന്നേരം തന്നെ പറഞ്ഞു, സാറേ നമുക്കൊരു കാര്യം ചെയ്യാം, 100, 150 അല്ലെ 200 അല്ലെങ്കിൽ 1000 സാൻഡ് ബാഗ് നദിയുടെ സൈഡിൽ തന്നെ ഇറക്കുക. അതായത് നടുക്കൊന്നുമല്ല, ചെറിയ രീതിയിൽ ഒഴുക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം. അണ്ടർ കറണ്ട് വളരെ കൂടുതലാണ്, വളരെ ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യാം. അതൊരു വലിയ ഉപകാരമല്ലേ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫുൾ കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റില്ല. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ബേസിക് ആയിട്ടുള്ള റൂളാണ്. ഏത് ഡാം പോലും ഉണ്ടാക്കുന്നത് ഈ സാൻഡ് ബാഗ് വെച്ച്. സാൻഡ് ബാഗ് ഒരിക്കലും ഒഴുകിപ്പോവില്ല.
സാൻഡ് ബാഗ്. അപ്പം അതൊരു 1000 അല്ലെങ്കിൽ 2000 സാൻഡ് ബാഗ് വെച്ച് കുറച്ച് ദൂരം നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു 1 മീറ്ററെങ്കിലും നമുക്കത് ഹൈറ്റ് കൺട്രോൾ ചെയ്യാം അണ്ടർ കറണ്ട്. അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ അത് തന്നെ വരുന്നു. രണ്ടാമത് ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ പറഞ്ഞു ആ സാൻഡ് ഡ്യൂണ് ഒരു പക്ഷേ അത് പാറയായിരിക്കും, ഉറച്ചതായിരിക്കാം, അവിടെ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇത്രയും ഒഴുക്കുള്ള ഒരു സ്ഥലത്ത് പോലും ഇത്രയും ഒരു സാൻഡ് ഡ്യൂൺ അല്ലെങ്കിൽ ഒരു ഡെബ്രി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒഴുക്കിൽ പോയേനെ. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി അവിടെ ഉള്ളതാണ്. അതൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്നാണ് അത് ആ രീതിയിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്വല്പം വീഴ്ച വരുത്തി എന്നുള്ളത് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആരുടെ വീഴ്ച, എവിടെ ബ്രീഫിങ്, കോർഡിനേഷൻ ആര്, സൈന്യത്തിന് ഫുൾ അധികാരം കൊടുത്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ട് ഡോക്ടർ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അംഗീകരിച്ച് വീഴ്ച ഒഴിവാക്കി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ സമയമാണ് അതിക്രമിക്കുന്നത് എന്നത് തന്നെയാണ്. ജീവൻ രക്ഷിക്കുക എന്നതിനപ്പുറമുള്ള ഒരു തലത്തിലേക്ക്, ആളിനെ കണ്ടെത്തുക എന്നൊരു തലത്തിലേക്കും ചുരുങ്ങി കാര്യങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അതിൻ്റെ വേഗത അങ്ങനെ ഉണ്ടോ എന്നതാണ് പ്രശ്നം. എം വിജിൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളം ഒരു അന്തർ സംസ്ഥാന പ്രശ്നമായി ഇതിനെ വളർത്തിക്കൊണ്ടുപോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിനകത്ത് വളരെ സംയമനം പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ നിമിഷത്തിലും നമ്മൾ വളരെ മിതത്വം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എം വിജിൻ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അർജുൻ എന്ന നമ്മുടെ സഹോദരനെ കണ്ടെത്താനുള്ളൊരു ദൗത്യത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല വേണ്ടത് എന്ന് ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് നമ്മൾ തർക്കിക്കണോ പറയണോ എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാപ്സ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാൽ ആവർത്തിക്കാതിരിക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളത് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ, പഞ്ചായത്തിൻ്റെ ഒക്കെ ഇടപെടൽ അവിടെ കാണുന്നില്ലാത്ത ഒരു പ്രദേശമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ നേവിക്ക് പൂർണ്ണമായി അവിടെ അധികാരം കൊടുക്കുന്നതിൽ അവിടെ മുകളിലുള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോ അവരെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരിനോ ഇപ്പോഴും ചില പരിമിതികൾ അവർ എടുക്കുന്നു, അല്ലെങ്കിൽ അവർ വിട്ടുകൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ, അത് നമുക്ക് പറയേണ്ടി വരുന്നുണ്ടോ? അല്ല, ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞതിലൊരു തിരുത്ത്, ഈ പാറ്റൂൺ കളക്ടർ പറഞ്ഞത് ഇവിടെ തന്നെ അവൈലബിൾ ആണ്, പക്ഷെ അതിൻ്റെ ടെക്നീഷ്യന്മാർ മാത്രമാണ്, എല്ലാം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരേണ്ടതല്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വിദഗ്ധരെ മാത്രമാണ് രാജസ്ഥാനിൽ വരേണ്ടത് എന്നുള്ളതാണ്. അത് ചൂണ്ടിക്കാണിക്കാൻ കാരണം നേരത്തെ തന്നെ ആ സാങ്കേതിക ഫ്ലോട്ടിംഗ് ടെക്നോളജി കൊണ്ടുവരാം എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ആ ടെക്നോളജി ഇന്ന് എത്താത്തതിലുള്ള ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. കാരണം അത് ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ ടെക്നീഷ്യന്മാരെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ചില പ്രശ്നങ്ങൾ, ഞാനതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ അർജുന് വേണ്ടിയുള്ള ഒരു തിരച്ചിലിനിടയിൽ കൊണ്ടാണ് ആവർത്തിച്ചത്. അത്തരം പ്രശ്നങ്ങളെ ഗൗരവതരമായി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട പലതുമുണ്ട്, പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോകേണ്ടതുണ്ടോ? പക്ഷെ നേരത്തെ ബഹുമാനപ്പെട്ട ബ്രിഗേഡ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3-4 ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും സാധ്യമാകുന്നതെല്ലാം ചെയ്യുക. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട്, കേന്ദ്രമന്ത്രിയോട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ അവരുടെ സൈഡിൽ നിന്ന് കൂടി ചെയ്യാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുകൂടി നേരത്തെ പറഞ്ഞ നേവി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കുറച്ചുകൂടി ഫലപ്രദമായി, അതായത് നേരത്തെ നമ്മുടെ രാവിലെ ചേർന്ന മീറ്റിങ്ങിൽ ഉൾപ്പെടെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അവരുടെ തന്നെയാണല്ലോ ഇതിന് നിയന്ത്രണം നടത്തുന്നത്, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ്. അവരോട് ഉൾപ്പെടെ നമ്മുടെ മന്ത്രിമാർ എന്ന രീതിയിൽ ആവശ്യപ്പെട്ടത്, റിയാസ് മിൻഷു ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്, ഈ നേവിയുടെ ഈ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതികമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിനെ, അത് ഇന്ത്യയിൽ എവിടെയായിരുന്നെങ്കിലും ആണെങ്കിലും അവരെത്തിക്കുക എന്ന ആവശ്യം തന്നെയാണ് നമ്മളിപ്പോഴും വെക്കുന്നത്. അതോടൊപ്പം സാധ്യമാകുന്നതെല്ലാം ചെയ്യുക എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നലെ ഉൾപ്പെടെ, അതിൻ്റെ 11ാം നാളിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് ഉൾപ്പെടെ കത്തയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ
മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മാൽപ്പേട ഉപയോഗിച്ചുകൊണ്ടുള്ള ഡൈവിങ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ മുളകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് വന്നപ്പോഴാണ് മുളകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പരിശോധനകളൊക്കെ. അതെന്താണ് വിജയൻ ഈ മാൽപ്പയൊക്കെ ഉപയോഗിക്കുന്നതിന് ഈ 12ാം ദിനം വരെ അവർ കാത്തിരുന്നത് എന്നുള്ളത് വിജയന് മനസ്സിലാകുന്നുണ്ടോ? അല്ല, തീർച്ചയായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാദേശികമായി നമുക്കിപ്പോൾ മത്സ്യത്തൊഴിലാളി അവരാണ് ഇതിൻ്റെ ഒഴുക്ക്, ഇതിൻ്റെ വേഗത, ഈ പുഴയെ ഒക്കെ മനസ്സിലാക്കിയിരുന്ന ആളുകൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോ ഇതിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അതിലേക്ക് എത്താൻ വൈകി. ഞാനത് ആവർത്തിക്കുന്നത് കാരണം ഞാൻ ചർച്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നതല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഒരു ആ ദുരന്ത മുഖത്ത് ഞാൻ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള ഒരു വികാരം, ഞങ്ങളുടെ മാത്രമല്ല ഈ കൈരളി ചാനലിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നതും ജനങ്ങൾ കോടാനുകോടി വരുന്ന ജനങ്ങൾ കാണുന്നതും അവരുടെ ഒരു വികാരം അർജുനെ കൊണ്ടുവരുന്ന അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, അർജുനില്ലാതെ ഒരു നാട്ടിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക് എന്നെക്കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല, അർജുനും കൊണ്ടല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു വൈകാരികമായ പ്രതികരണം ഉൾപ്പെടെയാണ് ജിതിൻ ഉൾപ്പെടെ ഇന്ന് ഇവിടെ നിന്ന് നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലും സൂചിപ്പിക്കുന്നത്, പോരായ്മകളെ പല രൂപത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ വാർത്തകൾ കാണുന്ന, ചർച്ച കാണുന്ന, ഡിസ്കഷൻ കാണുന്ന ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ ഗൗരവത്തിലേക്ക് ഇതിനെ ചർച്ച ചെയ്ത് കൊണ്ടുപോയി ഇപ്പോൾ, കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങളുണ്ട്. അതിവിടെ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെയോ കർണാടകത്തിൻ്റെയോ ഒരു ഐക്യത്തിൻ്റെ അത് ആ രീതിയിലൊന്നും നമ്മൾ അതിനെ ചർച്ച ചെയ്യേണ്ടതില്ല. ഒരു വികാരമാണ്. അർജുൻ മാത്രമല്ല, നമുക്ക് 2 പേരെ കൂടി കിട്ടുവാനുണ്ട്. നമ്മൾ കാണുന്നത് തന്നെയാണ്. നമുക്ക് എല്ലാവരെയും കിട്ടണം. അത് കർണാടകക്കാരാണോ അത് മലയാളിയാണോ ഒന്നല്ല. പക്ഷേ എങ്കിലും ഇവിടെ അർജുൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കാണാതെ പോയ ഈ ദുരന്തത്തിൽ കാണാതെ പോയ ആളുകൾ തിരിച്ചെടുക്കാൻ എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കുക അതൊക്കെ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന, ഇവിടുത്തെ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ഒന്നിലേക്ക് ഒരു അടിച്ചേൽപ്പിക്കുന്ന മട്ടിൽ ഇടപെടുക എന്നല്ല, നമ്മളതിൻ്റെ ആ പ്രവർത്തനത്തെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ സാധ്യമായതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറയുമ്പോൾ കർണാടകത്തിന് ഈ ദൗത്യ സംഘത്തിന് സാധ്യമായതെല്ലാം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ വിജിൻ, സാധ്യമായത് ചെയ്യാനും തീരുമാനമെടുക്കാനും പറ്റുന്ന ഒരു നേതൃത്വം അവിടെ ഉണ്ടോ? ഒരു ജില്ലാ കളക്ടർക്കുള്ള പരിമിതി നമുക്കറിയാം. അവിടെ ഒരു MLA സതീഷ് സെയിൽ നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തെ മാധ്യമങ്ങൾ നല്ല രീതിയിലാണ് ഇതുവരെ അവതരിപ്പിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് നല്ല മനുഷ്യനാണ്, വളരെ കോർഡിയലായി എല്ലാവരുമായി ഫ്ലെക്സിബിളായി ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം, ആ കമ്മ്യൂണിക്കേഷൻ അപ്പുറം തീരുമാനങ്ങൾ എടുത്ത് അപ്പോഴപ്പോഴായിട്ട് കാര്യങ്ങൾ വേണ്ട തീരുമാനങ്ങൾ എടുത്ത്, ഇപ്പോൾ ഈ പാന്തൂൺ ടെക്നീഷ്യൻസിനെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരാൻ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്തിക്കാൻ പറ്റണം. അങ്ങനെ എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും അവിടെ നേതൃത്വം കൊടുക്കുന്നുണ്ടോ കാര്യങ്ങൾക്ക്? അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കളക്ടർ തന്നെയാണ് പ്രധാനമായും ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം MLAയും ഇവിടെയുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സേവനത്തെ കാണാതെ പോകേണ്ട കാര്യമില്ല. അദ്ദേഹം ഇവിടെയുണ്ട്, പ്രവർത്തനങ്ങൾക്ക് ഇടപെടുന്നുണ്ട്, അദ്ദേഹം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനപ്പുറം എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ എല്ലാം ചർച്ചകൾ വരുന്ന ആളുകളിൽ നമുക്ക് ഗൗരവത്തോടുകൂടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അർജുനിലേക്ക് ആ പ്രതീക്ഷകളിൽ തന്നെയാണ്. 13ാം ദിവസത്തെ നാളെ രാവിലെ അന്വേഷണം. ഇപ്പോൾ നാളെ രാവിലെ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്റർ ഇവിടെയുണ്ട്. MLAമാർ എന്ന രീതിയിൽ ഞാനും രാജഗോപാൽ MLAയും ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാം നേതൃത്വത്തിൽ നാളെ ഇപ്പോൾ വീണ്ടും ഒരു അവലോകന യോഗം, ഏത് തരത്തിലെല്ലാം നാളത്തെ പ്രവർത്തനങ്ങളെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഇതിന് മതിയായ വിധത്തിൽ ഇവിടെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫലപ്രദമായി ഇന്ന ടെക്നോളജി എന്നല്ല, വിദഗ്ധർ പറയുന്നതിനെയാണല്ലോ നമ്മളെല്ലാം ചൂണ്ടിക്കാണിക്കുക. കാരണം അതിൽ ഈ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ, അപ്പോൾ അത്തരം സാങ്കേതിക വിദ്യയെ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും, അതെല്ലാം ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ്
നമ്മളിവിടെ ജില്ലാ ഭരണകൂടത്തോട് ഉൾപ്പെടെ സംസാരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിക്ക് ഉൾപ്പെടെ ഇന്നലെ കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതെല്ലാം സാങ്കേതിക വിദ്യയെ, ആ വൈദഗ്ധ്യത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതിനെല്ലാം ഉപയോഗപ്പെടുത്തുക, ഈ ട്രക്ക് കണ്ടെത്തുക, അർജുനിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. വളരെ സെൻസിറ്റീവായ ഒരു ജോഗ്രഫിക്കൽ ഏരിയ കൂടി ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും സർക്കാരിൻ്റെ പ്രതിനിധികളായി അവിടെ പോയി നിൽക്കുന്ന നിങ്ങൾക്കും ഒക്കെ കാര്യങ്ങൾ പറയുന്നതിനും ഇടപെടുന്നതിനും ഒക്കെ വല്ലാതെ നിയന്ത്രണങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വരാം ശ്രീ എം വിജിൻ. ശ്രീ സേനാപതി വേണു, ഈ വിജിനും മന്ത്രിമാരും മറ്റ് MLA-മാരും സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായി അവിടെ പോയി നിൽക്കുന്ന ആരും തന്നെ ഒരു പരിധി വിട്ടും അവർ ഒന്നും ഈ ദിവസങ്ങൾ 12 ദിവസമായിട്ട് അവർ സംസാരിച്ചിട്ടില്ല. അവർ ഇപ്പോഴും അതിന് തയ്യാറല്ല. പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും. മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടെയാണ് ഞാൻ ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിജിൻ സൂചിപ്പിച്ചതുപോലെ വരുന്ന ദിവസങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരും. അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ റോഡിലൊക്കെ? എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആ മണ്ണ് ഒലിച്ചിങ്ങനെ പോയത്? നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെയുള്ള ബൈപ്പാസുകളിലൊക്കെ ഇതുപോലെ നാഷണൽ ഹൈവേ ഒക്കെ വെട്ടിയപ്പോൾ മണ്ണ് എടുത്തപ്പോൾ അവിടെ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അവിടെ ഉണ്ടല്ലോ, കാണാനുണ്ടല്ലോ. അതൊക്കെ എന്തുകൊണ്ട് കാർവാറിൽ കാണുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഇനി വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ, അത് എന്ന് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമുക്കിപ്പോൾ അർജുനാണ് വലുത്. പക്ഷേ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രാധാന്യത്തെക്കാൾ കൂടുതൽ അവിടെ റോഡ് നന്നാക്കി അവിടെ വണ്ടി വിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനാണ് ആദ്യഘട്ടങ്ങളിൽ ശ്രമിച്ചത് എന്ന് പറഞ്ഞിരുന്നല്ലോ, ചർച്ച ചെയ്തല്ലോ. ഇപ്പോഴും അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ആലോചിക്കാൻ ഒരു ജില്ലാ കളക്ടറും ഒരു SP-യും ഒക്കെ ഉള്ളൂ. അതിനപ്പുറമുള്ളവർ അല്ലെങ്കിൽ ഒരു MLA-ക്ക് മാത്രമാണ് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അതിനപ്പുറമുള്ളവർക്ക് വേഗത കാര്യങ്ങൾക്ക് കൂട്ടാനാകുന്നില്ല എന്ന് തെളിഞ്ഞില്ലേ 12-ാം ദിവസം? അല്ല ലാലെ, അത് ലാലിന്റെ വിമർശനത്തിന് വേണ്ടിയുള്ള ഒരു വിമർശനമാണ്. അവിടെ മുഖ്യമന്ത്രി ഇടപെട്ടു, അവിടെ റവന്യൂ വകുപ്പ് മന്ത്രി സ്ഥിരമായിട്ട് തന്നെ ഇവിടെയുണ്ട്. കർണാടക ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും, അതുപോലെ തന്നെ ആർമി, നേവി, ലഭ്യമാകുന്ന NDRF തുടങ്ങിയ എല്ലാ റെസ്ക്യൂ ടീമുകളും ഓപ്പറേഷനുകളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് MLA-യോ മന്ത്രിയോ അവരാരും ഈ കാര്യത്തിൽ വിദഗ്ധരല്ല. ആ വിദഗ്ധന്മാർ പറയുന്നത് പോലെ മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നത്, അല്ല, എല്ലാ വിദഗ്ധരും കൂടി ചേർന്നാൽ പാമ്പ് ചാകില്ലല്ലോ. നമുക്ക് അവിടെ വേണ്ട ആളുകൾക്കല്ലേ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്. ആരാണ് ഉത്തരവാദി? ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ലാലെ അങ്ങനെ നമ്മൾ ചിന്തിക്കുക. സാർ, ഞാൻ ചിന്തിക്കുന്നതിന് കാരണം നമുക്കറിയാം. ഞാനൊന്ന് രാഷ്ട്രീയം പറയല്ല. നമുക്ക് പ്രളയം ഉണ്ടായപ്പോഴും നമുക്ക് ഓഖി വന്നപ്പോഴും നമുക്ക് കേരളത്തിൽ ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് നമ്മൾ കണ്ടു. അത് മുഖ്യമന്ത്രിയെ നിങ്ങളൊക്കെ വിമർശിക്കുമായിരിക്കും രാഷ്ട്രീയമായിട്ടൊക്കെ, പക്ഷെ നമ്മൾ കണ്ടതാണ് കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ ആളുണ്ടായിരുന്നു. ഇവിടെ ആരാണ് അത് ചെയ്യുന്നത്? ആരോടാണ് ചോദിക്കുക? ആരാണ് തീരുമാനം? ലാലെ ഒരു 2 മിനിറ്റ് ലാൽ ഇടപെടാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ലാലിനോട് മുമ്പ് ചോദിച്ചൊരു ചോദ്യം വീണ്ടും ചോദിക്കുക. ഒട്ടേറെ ആളുകളുടെ കാണുകയാണ് ആമേഴഞ്ചാൻ തോട്ടിലേക്ക് അവിടെ ജോയി എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി പോയത്. അവിടെ ആദ്യം ഇടപെട്ടതാരാ? അവരുടെ സംഘത്തിലുള്ള ശുചീകരണ തൊഴിലാളികൾ. അതിനുശേഷം നാട്ടുകാർ വന്നതിന് ശേഷം ഫയർഫോഴ്സ്, പോലീസ്, ഇവരാരും പറ്റാതെ വന്നപ്പോൾ NDRF വന്നു. അതിനുശേഷമാണ് നേവിയുടെ സഹായം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എത്ര ദിവസം കൊണ്ട് എടുത്തു ഇതിനൊക്കെ? അല്ല ഞാൻ പറഞ്ഞത്, എന്നിട്ടും ആ മനുഷ്യനെ നമ്മുടെ കൺമുമ്പിൽ വെച്ചൊരു തോട്ടിൽ ചാടിയ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ 48 മണിക്കൂറിന് ശേഷമല്ലേ നമുക്ക് അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ ബോഡിയല്ലേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, ജീവൻ രക്ഷപ്പെടുത്താൻ. നമ്മളിപ്പോ എന്താ അന്വേഷിക്കുന്നത്? നമ്മളിപ്പോ ആളുകളുടെ ജീവനാണോ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ബോഡി എവിടെ? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ലാലിനോട് പറയാം. ലാല് ഇടുക്കി ജില്ല നല്ല പരിചയമുള്ള ആളാണല്ലോ. ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 1.5 വർഷം മുമ്പ് അവിടെ ഒരു JCB-യും 2 തമിഴ് തൊഴിലാളികളും കോയമ്പത്തൂരിൽ നിന്ന് വന്നവര് അവരാ മല ഇടിഞ്ഞ് താഴോട്ട് പോയതാ. JCB ഇപ്പോഴും അവിടെ കിടക്കുന്നു. ഒരാളെ കണ്ടെത്തിയിട്ടുള്ളൂ. 1.5 കൊല്ലമായിട്ട് ശരവണൻ എന്ന് പറയുന്ന ഒരു സാധു, അവൻ തമിഴ്ക്കാരനായതുകൊണ്ടാണോ അവിടെ അവന്റെ ബോഡി കണ്ടെത്താനായിട്ട് ഈ ഗവൺമെന്റ് ശ്രമിക്കാത്തത്? 1.5 കൊല്ലമായി. ലാലിന് സംശയം ഉണ്ടെങ്കിൽ ലാലു വാ, ശാന്തൻപാറയിൽ വന്ന് ചിന്നക്കനാലിലേക്ക് പോകുമ്പോൾ സൂര്യനെല്ലിയിൽ ഗ്യാപ്പ് റോഡിൽ 1.5 കൊല്ലമായി
കോയമ്പത്തൂരിൽ നിന്ന് JCB ഉരുട്ടാൻ വന്ന സർ, അതിന് നമ്മൾ പകരം വീട്ടുന്നത് നമ്മുടെ അർജുന്റെ ജീവൻ ആ പുഴയിൽ ഇട്ടുകൊണ്ടാണോ നമ്മൾ ചെയ്യേണ്ടത്? കർണാടകത്തിന് അതിനുള്ള അനുമതി കൊടുത്തുകൊണ്ടാണോ? ഞാൻ ആ ചോദ്യം ചോദിക്കാതിരിക്കില്ല. നിങ്ങളവിടെ ഇടുക്കിയിൽ അങ്ങനെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾക്ക് നിങ്ങൾ ഉൾപ്പെടെ ഉത്തരവാദികളാണ്. നിങ്ങൾ ചോദിക്കണം, കാര്യങ്ങളെ കൊണ്ട് ചെയ്യിക്കണം. ലാലെ ചില ഇൻസിഡന്റുകളിൽ മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഇത് പ്രകൃതിയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അതല്ലാതെ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നുകൊണ്ടല്ല, പ്രകൃതിയോടാണ് ഏറ്റുമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾ എടുത്തുയർത്തരുത്. ആ ശാന്തൻപാറയിലെ പ്രശ്നം നിങ്ങൾ ഒരു പ്രശ്നമായിട്ട് പറയരുത്. അത് പ്രകൃതിയുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടായിരിക്കണം. മനുഷ്യജീവനാ മണ്ണിന്റെ അടിയിൽ പോയത്. അവിടെ ഒരു മനുഷ്യജീവനാ മണ്ണിന്റെ അടിയിൽ പോയത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. 2005 അടിമാലി അങ്ങേക്ക് പരിചയമുള്ളതാണല്ലോ. അടിമാലി വിശ്വദീപ്തി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഫുട്ബോൾ എടുക്കാനായിട്ട് വെള്ളത്തിലോട്ട് ചാടിയില്ല. പല പ്രാവശ്യം ചാടി. പിള്ളേരല്ലേ, +2കാരൻ. 2005 ജൂലൈ മാസം 22-ാം തീയതി കുട്ടി ഒഴുക്കിൽപ്പെട്ടു. സർ, നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. ശ്രീ സേനാപതി മുന്നോട്ടാണ് പോകുന്നത്. പഴയ കാലങ്ങളിൽ സംവിധാനങ്ങൾക്കോ അതിലെ സാങ്കേതിക വിദ്യകൾക്കോ ഒക്കെ നമ്മളെ സഹായിക്കാൻ എത്താൻ വൈകൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. നമ്മുടെ സൈബർ നഗരം ബാംഗ്ലൂർ, ആ ബാംഗ്ലൂർ തലസ്ഥാനമായിട്ടുള്ള കർണാടകത്തിലാണ് സംഭവിക്കുന്നത്. ലോകം, കേരളം അത് കണ്ടുപിടിക്കണം. എല്ലാ ഉന്നത മേഖലയും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ഇരിക്കുന്ന കർണാടകത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കർണാടകത്തെ കണ്ടുപഠിക്കണമെന്ന് പറയുന്നവർ മനസ്സിലാക്കണം. ഇത്രയും വലിയ ശ്രമങ്ങൾ നടത്തുമ്പോ ആ ശ്രമങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് അത് സർ, ആ ശ്രമത്തിലാണ് ഞാൻ ചില ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചത്. ഈ ശ്രമങ്ങൾ കണ്ടിട്ടാണ് ചില ചെറിയ ചോദ്യങ്ങൾ. ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? ജില്ലാ കളക്ടറാണോ? ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട്, ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടായിട്ട് സേന വന്നിട്ട് നാവികസേനയിലെ സ്കൂബ ഡൈവേഴ്സിന് അവിടെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട്, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ഇറങ്ങി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒഴുക്കുണ്ടായിട്ട്, എന്നിട്ടും ഇപ്പോഴും ജില്ലാ കളക്ടറാണ് എവിടെയോ ഇരുന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇല്ല. ഒരു ദിവസം പോലും പൂർണ്ണമായിട്ട് ഒരു ജില്ലാ കളക്ടറും ഒരു SP പോലും അവിടെ നിന്നിട്ടില്ല. ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? ഇത് ഇങ്ങനെ പോയാൽ മതിയോ? അർജുൻ എവിടെ? അർജുൻ ദൗത്യം എവിടെ നിൽക്കുന്നു? സാർ, ഉത്തരം വേണം. ഉത്തരം വേണം. തിരുവനന്തപുരം പട്ടണത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അവധി പ്രഖ്യാപിക്കാൻ പറ്റുമോ? അത് ജില്ലാ കളക്ടർക്കേ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട്. ജിതിൻ, എനിക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ വല്ലാതെ ശബ്ദമുയർത്തി ഈ പാനലിലുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. ഇതെല്ലാം വൈകാരികമായി ഉയർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമല്ല. ജിതിൻ ഇന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നേരത്തെ ഇവിടെ M. വിജിൻ MLA-യും അത് പറയുന്നുണ്ടായിരുന്നു. ജിതിന് വീട്ടിലോട്ട് പോകണമെങ്കിൽ അർജുൻ വേണം, അർജുൻ ഇല്ലാതെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ജിതിൻ നേരത്തെ പറയുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. എന്താണ് അതിനുള്ള തടസ്സമെന്നാണ് ജിതിൻ ഇപ്പോൾ കാണുന്നത്? തീർച്ചയായിട്ടും അർജുനില്ലാതെ ആ ഒരു പോക്ക് എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റാത്ത കാര്യം തന്നെയാണ്. കുടുംബത്തിന് അത് താങ്ങാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത് എല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര്. പലതും നടക്കുന്നില്ല, ചിലതെല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇന്നും പോസിറ്റീവ് തന്നെയായിരുന്നു ചിന്തിച്ചത്. പക്ഷേ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ ഇനി കടക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈശ്വർ എന്ന വ്യക്തിക്ക് അർജുനെ കരയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. നാളെ അത് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നാളെ സാധിക്കട്ടെ. നമ്മൾ ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചു, നാളെത്തേക്കാവുന്നു. അത് നാളെ സാധിക്കട്ടെ. ഈ ഈശ്വർ മാൽപ്പയെക്കുറിച്ച് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അധികാരികൾ ആരും നിങ്ങളോടാരും സംസാരിച്ചിരുന്നില്ലേ? ഈ ഈശ്വരനെ വിളിക്കാമെന്നൊന്നും ആരും പറഞ്ഞില്ലേ നേരത്തെ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. നേവിക്ക് അത് ശ്രമകരമല്ല എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. കളക്ടർ ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മീറ്റിംഗില്. മത്സ്യത്തൊഴിലാളികളെയും ലോക്കലായിട്ടുള്ള ഇങ്ങനത്തെ ഇതുപോലെ എക്സ്പേർട്സിനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഇപ്പോഴും നടത്തി എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ
ഇന്ന് സതീഷ് കൃഷ്ണ MLA പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. നാളെയും നമ്മൾ ശ്രമിക്കും, പക്ഷേ ഒഴുക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കുത്തൊഴുക്കാണ്, നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള സാഹചര്യങ്ങൾ വല്ലാതെ പരിമിതമാണെന്നൊക്കെ ഇന്നും അദ്ദേഹം പറയുന്നത് കേട്ടു. അങ്ങനെയൊരു സാഹചര്യത്തിൽ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ജിതിന് മനസ്സിലായത് എന്താണ്? ജില്ലാ കളക്ടർ മാത്രമേ ഉള്ളൂ? മുഖ്യമന്ത്രിയും സർക്കാരും അവരൊക്കെ അവിടെ ഇരുന്ന് ബാംഗ്ലൂരിലിരുന്ന് വേണ്ടപ്പോൾ കാര്യങ്ങൾ ഇടപെടുന്നു എന്നതിനപ്പുറം ഇതിലേക്ക് ഇടപെടുന്നില്ലേ, കാര്യങ്ങളിലേക്ക് വരുന്നില്ലേ? അത്രയും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഞാനിപ്പോൾ എനിക്ക് സൈറ്റിൽ കാണുന്നത് കളക്ടറുടെ MLA-യുടെയും അണ്ടറിൽ തന്നെയാണ് നടക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും എനിക്ക് അറിയുള്ളൂ. കാരണം അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നിപ്പോൾ ഈ പാന്തൂൺ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ വന്ന് അവിടെ യോഗത്തിൽ പറഞ്ഞു, ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എത്താതെ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് ഇന്ന് എത്തിക്കണമെന്ന് പറയേണ്ടി വന്നു. എന്നിട്ടും ടെക്നീഷ്യൻസ് നാളെ രാവിലത്തേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാനും തീരുമാനം എടുക്കാനും അവിടെ ജില്ലാ കളക്ടർ മതി എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ജിതിന് തോന്നുന്നുണ്ടോ? അതിലും എനിക്ക് അത്ര വ്യക്തതയില്ല. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇന്നലെ വരെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ മിഷനറി ഇവിടെ എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് രാവിലെ തന്നെ. പക്ഷേ എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങളാൽ അത് വൈകി എന്നാണ് പിന്നെ അറിയാൻ പറ്റിയത്. പക്ഷേ മിനിസ്റ്റർ അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗിൽ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ നടക്കണമെന്നാണ് കളക്ടറോടും ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജിതിൻ, വീട്ടിൽ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടോ? അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ എന്താണ്? തീർച്ചയായിട്ടും എല്ലാ ദിവസവും എന്നത്തെ പോലെ അവസാനിക്കുമ്പോൾ കുടുംബത്തിനോടും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും എന്നും കാത്തിരിപ്പിന് അവസാനമില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് മുന്നിലുള്ളത്. എന്നാണ് അവസാനിക്കുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ജിതിന് അവസാനം സംസാരിച്ച് ഫോൺ വെക്കുന്നതിന് മുമ്പ് ഒരു ഉത്തരം കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ. ഞാൻ നാളെ കൊണ്ടുവരും, നാളെ വരും, അല്ല ഞാൻ ഒറ്റയ്ക്ക് വണ്ടി കയറി വരും എന്ന് പറയാൻ പറ്റില്ലല്ലോ ജിതിൻ. അതല്ലേ ഇന്ന് ജിതിൻ പറഞ്ഞത്? അതെ, അത് അവനെല്ലാണ്ട് ഇനി ഞാൻ പോവില്ല. അത് ഉറപ്പിച്ച കാര്യം തന്നെയാണ്. നീതി കിട്ടുന്നത് വരെ തന്നെ ഇവിടെ ഇരിക്കും. നാളെ ഇപ്പോൾ എന്ത് നടക്കും എന്നാണ് ജിതിന് അവിടെ നിന്ന് മനസ്സിലാക്കാനായത്? അറിയാൻ പറ്റിയിരിക്കുന്നത് ഡൈവിങ് ചെയ്തിട്ട് അവർക്ക് ഈ 4ാമത്തെ ലൊക്കേഷനിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ഒരുപാട് ചളിയും മണ്ണും കല്ലുകളും നിറഞ്ഞിരിക്കുകയാണ്, മരക്കഷ്ണങ്ങളുണ്ടെന്നെല്ലാം അറിയാൻ പറ്റിയത്. അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതിൽ സാങ്കേതികത്വം എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്. ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്, നാളെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മളെല്ലാവരും ആ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ജിതിൻ. പക്ഷേ ഇന്ത്യൻ നേവിക്ക് പറ്റാത്തത് ഈശ്വർ മാൽപേ എന്ന ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കൊണ്ട് നേടിത്തരും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണോ? വിശ്വസിച്ച് പോവുകയാണ് സാർ. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞാനിപ്പോൾ ഇത്രയും സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നത് കണ്ടത് ഇപ്പം അവര് ഈ പ്രാദേശികമായിട്ടുള്ള ഈ ഈശ്വർ ഡൈവ് ചെയ്യുന്നതാണ് കണ്ടത്. അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടുന്നുണ്ട് അല്പമെങ്കിലും. ഒരുപക്ഷെ നേവി ഒക്കെ വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ വിസിബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നേവിയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അകത്ത് കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ വെളിച്ചം ഒക്കെ അടിച്ച് കാണാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാകും, അങ്ങനെ കണ്ടെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ലോ. അതെന്തുകൊണ്ട് ഇവിടെ നേവി അത് ഉപയോഗിക്കുന്നില്ല അങ്ങനെയൊന്നും? അതിൽ കുറെ സാങ്കേതിക പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. അത് അവരുടെ സൈഡിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം രാവിലെ അവർക്ക് സീറോ വിസിബിലിറ്റി ഒന്നും കുഴപ്പമില്ല എന്ന തരത്തിൽ തന്നെയാണ് അവർ ഡൈവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനുമായിട്ടൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പൊ അവർക്ക് വിസിബിലിറ്റി ഒന്നും പ്രശ്നമില്ല എന്ന രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. എന്നോട് മാത്രമല്ല, ഞാനും മഞ്ചേശ്വരം MLA ആയിരുന്നാലും ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത്. ജിതിൻ, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ. എനിക്കറിയാം ബുദ്ധിമുട്ട് അറിയാം. ഇപ്പോൾ നാളെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും. ഈ പാനലിലുള്ള വിജിനാണെങ്കിലും സേനാപതി വേണുവാണെങ്കിലും ഡോക്ടർ
മോഹനൻ പിള്ളയൊക്കെ ആണെങ്കിലും ജിതിനെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു. പക്ഷേ നമുക്കിപ്പോഴുമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടെ ആ ലോറി ഉണ്ടെങ്കിൽ ലോറിയിൽ ജിതിനുണ്ടോ പുറത്താണോ എന്നുള്ളതാണല്ലോ. ആ ഒരു പ്രശ്നമായി മനസ്സിൽ ഇപ്പോഴും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്, ആശങ്ക ഉണ്ട് സാറേ. അത് എത്ര പറഞ്ഞാലും നമുക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. അത് ഞങ്ങൾ ആദ്യം ആലോചിച്ച ആശങ്ക തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം എനിക്ക് അതിൽ എത്രത്തോളം അറിയാമല്ലോ, അങ്ങനെ ടെക്നിക്കലായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അത് ഞാനൊരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. എനിക്ക് കൂടുതൽ അതിൽ വൈദിക്യമൊന്നുമില്ല. എങ്ങനെയാണ് അത് അവരെ ഐഡന്റിഫൈ ചെയ്യുക, ഒന്നുകൂടി പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ എല്ലാം നടക്കും തന്നെയാണ് കരുതുന്നത്. എല്ലാം ചില പരീക്ഷണങ്ങൾ നടക്കുന്നു, അത് ഫെയിലാവുന്നു. അടുത്ത പരീക്ഷണങ്ങൾ ഒന്നുകൂടി കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ് ജിതിൻ, ഈ ഘട്ടത്തിൽ ജിതിൻ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം, ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഒരു 5-6 മിനിറ്റേ ഉള്ളൂ. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി ജിതിൻ്റെ ഈ ആവശ്യം ഒന്ന് വെച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് തേടാം. 2 മിനിറ്റ് വീതം എല്ലാവരിലേക്കും. ഡോക്ടർ മോഹനൻ പിള്ള, അതായത് ഇപ്പോൾ ജിതിൻ്റെ ആവശ്യം കേട്ടല്ലോ. അർജുൻ ഇല്ലാതെ ജിതിന് കോഴിക്കോട്ടേക്ക് മടങ്ങാൻ പറ്റില്ല. അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നാൽ മതിയോ? ഇത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ മതിയോ? ലാല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അർജുനെ റിക്കവർ ചെയ്യാൻ ഒരു പക്ഷേ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഈശ്വരനായി തന്നെ ഈശ്വർ അവതരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈശ്വറിന് മൊറാൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു പുറമേ ഉള്ള ഒരു സപ്പോർട്ട് നേവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് അത് ഡൈവ് ചെയ്ത് ഈശ്വർ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ട്രക്കിൻ്റെ ഒരു പാർട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ വീണ്ടും എനിക്ക് തോന്നുന്ന മൽപ്പ വീണ്ടും അവിടെ ഈശ്വർ മൽപ്പ അവിടെ തന്നെ വീണ്ടും ഇത് ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിലൊരു ഹുക്ക് ചെയ്ത് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമായിരിക്കും നോക്കുന്ന ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇന്ന് ഈശ്വർ ഡൈവ് ചെയ്തതുകൊണ്ട് 2-3 കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റി. അതായത് ഉൾഭാഗം വലിയ ഒരു പാറയാണെന്നും അതുപോലെ തന്നെ ഫുൾ മഡാണെന്നും ഇതൊക്കെ ഫിസിക്കലി ചെന്ന് കണ്ടത് ഇന്നാണ്. ഇതെല്ലാം ഇതിനു മുമ്പ് ഹിയർസയാണ്, മഡിൽ പുഴഞ്ഞു കിടക്കുകയാണ്, അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നു മാത്രമാണ് ഫിസിക്കലി അത് കണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശിക്കാം നാളെ അല്ലെങ്കിൽ തുടർന്നുള്ള ഈ ഒരു അവസരത്തിൽ നേവിയുടെ സപ്പോർട്ടോടുകൂടി, നേവി ഷുഡ് ഗിവ് ദ പ്രോപ്പർ സപ്പോർട്ട്. അങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടാവില്ല, അവർക്ക് കൂടുതൽ ധൈര്യം കിട്ടും. ഒന്ന്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, വീണ്ടും ഞാൻ എല്ലാ ചാനലിലും പറയുന്നത് പോലെ MLAയും അതുപോലെ മിനിസ്റ്ററില്ല എല്ലാവരും ഉള്ളതുപോലെ ഈ ബ്രിട്ടീഷ് സമയത്തുള്ള ഈ പോളിസി ആൻഡ് എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്ന് പറയുന്ന മിലിറ്ററി മാനുവൽ അത് അമെൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നിയർ ബൈ ആർമി അല്ലെങ്കിൽ നേവിയിലെ എയർഫോഴ്സിൻ്റെ സീനിയർ മോസ്റ്റ് ഓഫീസേഴ്സ് സ്റ്റേറ്റിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ഒരു എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആയിരിക്കണം. അവർക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കൊടുത്ത് എഴുതി കൊടുത്ത് ഇടപെടേണ്ട ഒരു ആവശ്യം വരാതെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും ഇടപെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അത് അടുത്ത ചർച്ചയിൽ കൂടുതൽ വിശദമായിട്ട് എടുക്കാം. ശ്രീ സേനാപതി വേണു, കർണാടകത്തിലെ സർക്കാരുമായി ഇടപെടാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഈ ചർച്ചയിൽ താങ്കളാണ്. അവിടെ ഞാൻ നിങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളൊന്നും എടുത്തുയർത്തുകയല്ലേ ഈ അവസാന നിമിഷത്തിൽ. പക്ഷേ ഇവിടുത്തെ ഈ ബഹളമൊക്കെ മാറ്റിയിട്ട് അർജുനു വേണ്ടി സേനാപതി വേണുവിലേക്ക് അവസാനം വരാം. വിജിൻ, എന്താണ് ജിതിനെ ആശ്വസിപ്പിക്കാനായി നമുക്ക് നാളെ കൂടുതൽ ഇടപെടാൻ സാധിക്കുമെന്നും അതിനുള്ളൊരു ഉത്തരം കിട്ടുമെന്നും വിജിന് തോന്നുന്നുണ്ടോ ചർച്ചയുടെ അവസാനം? ഇവിടെ അതിന് മുന്നേ ഒരു മിനിറ്റ് ഒരു കാര്യം. ശ്രീ സേനാപതി വേണു അദ്ദേഹം ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ചില ആരോപണങ്ങൾ ഉയർത്തുകയുണ്ടായി. കാരണം ഞാൻ തുടക്കത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമല്ലിത്. ഇത് അത്തരം വർത്തമാനങ്ങളോ അത്തരം സംസാരങ്ങളോ ചർച്ചകളോ ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, അത് ഈ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതായി വരും. ഇവിടെ നമ്മളെല്ലാം അർജുന് വേണ്ടിയിട്ടാണ്, അർജുനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അർജുന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏത് വഴിയും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
അത് എവിടെ നിന്നെല്ലാം ആ രീതിയിലുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ അർജുനും അർജുൻ്റെ ട്രക്കും അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ചർച്ചയെ അത്തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞു പോകേണ്ടതാണ്. അദ്ദേഹം ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഉയർത്തേണ്ട വാദങ്ങളാണോ ഈ ചർച്ചയിൽ ഉയർത്തിയത് എന്നുള്ളത് അദ്ദേഹം തന്നെ സ്വയം പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഇവിടെ തീർച്ചയായും ജിതിന് അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന് ആ നിലയിൽ ആശ്വാസകരമായ നിലയിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക്, ഒരു കണ്ടെത്തലിലേക്ക്, അതിൻ്റെ ഊർജിതമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് ഏതെല്ലാം വഴികൾ, അതാണ് കേരള ഗവൺമെൻറ്. ആ കേരള ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വരണം എന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം ഉണ്ടോ എന്നത് മറ്റൊരു ഘട്ടത്തിൽ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ അതിലേക്ക് പോകേണ്ടതില്ല. നാളെയുള്ള ഊർജിതമായ അന്വേഷണത്തിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച വൈൻഡപ്പ് ചെയ്ത് പോയി നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ചർച്ചകൾ ആവശ്യമായി വരും, ആവശ്യമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. യെസ് വിജിൻ, എന്തായാലും അർജുനെ കാണാതായിട്ടുള്ള 13ാം പകലിലേക്ക് നാളെ നമ്മൾ എത്തുമ്പോൾ ആശ്വാസകരമായ വാർത്തകൾ ഉണ്ടാകട്ടെ. ജിതിന് കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു അവിടെ കുടുംബത്തോട് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പറയാം. പക്ഷേ അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കർണാടക സർക്കാരിന് ഇപ്പോഴും കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത് ബോധ്യപ്പെടുത്താനാകേണ്ടതുണ്ട്. അതൊന്നും ഇപ്പോഴും നടക്കുന്നില്ല. ചില പ്രവർത്തനങ്ങൾ അവിടുത്തെ കാർവാർ MLAയും ജില്ലാ കളക്ടറും ചേർന്ന് നടത്തുന്നു. അതിലൊരുപാട് പരിമിതികളുണ്ട്. പരിമിതികൾ എടുത്തു പറഞ്ഞ് വലുതാക്കി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ആ നിയന്ത്രണം വിടാതെയുള്ള ഇവിടുത്തെ നേതാക്കളുടെ, പ്രത്യേകിച്ച് വിജിനൊക്കെ ഈ ചർച്ചയിലെടുത്ത സംയമനം, അതൊക്കെ മുഹമ്മദ് റിയാസ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ ഇതുപോലെ കാത്തു സൂക്ഷിക്കാനാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും കാത്തിരിക്കാം. നല്ല വാർത്തയ്ക്കായി വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ M. വിജിൻ, ശ്രീ സേനാപതി വേണു, ഡോക്ടർ മോഹനൻ പിള്ള, ജിതിൻ, സിജു കണ്ണൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.